ആർട്ട് വർക്ക് ചെയ്യാനും ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനൊക്കെ പറ്റിയ മിനി ഗ്രൈൻഡിംഗ് മെഷീൻ ഏറ്റവും കുറഞ്ഞ ചെലവിന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. ഈ മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്യാനും ഗ്രൈൻഡ് ചെയ്യാനും പോളിഷ് ചെയ്യാനും ഡ്രിൽ ചെയ്യാനും സാധിക്കും. ഇത് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് 12 വോൾട്ട് DC-യിൽ വർക്ക് ചെയ്യുന്ന 555 എന്ന മോഡൽ നമ്പറിലുള്ള DC മോട്ടറാണ്. ഈ മോട്ടർ ഷോപ്പിൽ നിന്ന് വാങ്ങിയപ്പോൾ 160 രൂപയാണ് റേറ്റ് ആയത്. പിന്നെ ഈ മോട്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി 1.5 ഇഞ്ചിന്റെ PVC പൈപ്പ് 13 സെന്റിമീറ്റർ നീളത്തിൽ എടുത്തിട്ടുണ്ട്. ഈ പൈപ്പിന്റെ രണ്ട് എൻഡുകളും അടച്ചെടുക്കാൻ വേണ്ടി ഒന്നെങ്കിൽ എൻഡ് ക്യാപ്പ് വാങ്ങാം, അല്ലെങ്കിൽ PVC ഷീറ്റിൽ നിന്നും റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ PVCയുടെ ഷീറ്റിൽ നിന്നും 2 പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലൊരു പീസ് എടുത്ത ശേഷം മോട്ടറിന്റെ ഷാഫ്റ്റ് കയറാനും മോട്ടറിലേക്ക് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയുള്ള 2 ഹോളുകളും ടോട്ടൽ 3 ഹോളുകൾ ഇടണം. ഈ മോട്ടോർ വർക്ക് ചെയ്യുമ്പോൾ ഓവർ ഹീറ്റ് ആകാതിരിക്കാൻ വേണ്ടി ഉള്ളിലേക്ക് കാറ്റ് കയറാൻ വേണ്ടി ഇരുവശങ്ങളിലായിട്ട് 2 ഹോളുകളുണ്ട്. ഈ മോട്ടറുകളുടെ ഹോളുകളുടെ അളവിൽ തന്നെയായിട്ട് മോട്ടോർ ഫിറ്റ് ചെയ്യണ PVC പൈപ്പിന്റെ കറക്റ്റ് അവിടെയായിട്ട് 2 ഹോളുകൾ ഇടണം. അടുത്തതായിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ച് ഹോൾട്ട പീസ് മോട്ടറിലേക്ക് ഫിറ്റ് ചെയ്യാം. ഇത് മോട്ടറിലേക്ക് സ്ക്രൂ ചെയ്യണം. നമ്മുടെ മെഷീനിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓൺ ഓഫ് സ്വിച്ച് വേണം. ഈ സ്വിച്ച് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പൈപ്പിൽ ഒരു ഹോൾ ഇടണം. നമ്മുടെ ഈ മെഷീനിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി DC ഫീമെയിൽ സോക്കറ്റും വേണം. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ച PVCയുടെ ഷീറ്റിലേക്കാണ് DC ഫീമെയിൽ സോക്കറ്റ് ഫിറ്റ് ചെയ്യുന്നത്. ഈ പീസിന് പകരം എൻഡ് ക്യാപ്പ് ഫിറ്റ് ചെയ്താലും മതി, അപ്പോൾ കുറച്ചും കൂടെ വലിപ്പം കൂടും. ഞാനിവിടെ ഏറ്റവും വലിപ്പം കുറച്ചുണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മുടെ മോട്ടറിന്റെ പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും 2 വയറുകൾ സോൾഡർ ചെയ്തെടുക്കണം. അതിനുശേഷം മോട്ടർ ഫിറ്റ് ചെയ്തിരിക്കുന്ന PVC ഷീറ്റ് പൈപ്പിലേക്ക് നമുക്ക് ഫ്ലെക്സ് കിക്ക് വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഒട്ടിക്കുമ്പോൾ മോട്ടറിലെ ഹോളും പൈപ്പിലിട്ട ഹോളും കറക്റ്റ് ആണെന്ന് നോക്കിയിട്ട് വേണം ഒട്ടിക്കാൻ. സ്വിച്ച് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോളിക്കിടെ മോട്ടറിന്റെ പോസിറ്റീവ് നിന്ന് തന്നെ വയർ പുറത്തേക്ക് എടുക്കാം. എടുത്ത വയർ നേരെ സ്വിച്ചിന്റെ ഒരു ലെഗിലേക്ക് സോൾഡർ ചെയ്യണം. അടുത്ത ഒരു ചെറിയ വയർ എടുത്ത് സ്വിച്ചിന്റെ മറ്റേ ലെഗിലേക്കും സോൾഡർ ചെയ്യണം. അതിനുശേഷം സ്വിച്ച് ഹോളിലേക്ക് വെച്ച് ഫിറ്റ് ചെയ്യാം. സ്വിച്ചിൽ നിന്ന് തന്നെ പോസിറ്റീവ് വയറും മോട്ടറിൽ നിന്ന് തന്നെ നെഗറ്റീവ് വയറും കറക്റ്റായിട്ട് DC ഫീമെയിൽ സോക്കറ്റിന്റെ പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകാതെ തന്നെ സോൾഡർ ചെയ്യണം. സോൾഡർ ചെയ്ത ശേഷം ഒന്ന് ഇൻസുലേഷൻ കൂടെ ചെയ്യണം. അതിനുശേഷം കുറച്ച് ഫ്ലെക്സ് കിക്ക് ഉപയോഗിച്ച് പൈപ്പിലേക്ക് ആ പീസ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. നമ്മൾ പൈപ്പിന്റെ 2 എൻഡിലും ഒട്ടിച്ച പീസുകളുടെ എഡ്ജുകളൊക്കെ ഒന്ന് സാൻഡ് പേപ്പറോ എന്തെങ്കിലും ഉപയോഗിച്ച് മിനുസപ്പെടുത്തി എടുത്താൽ നന്നായിരിക്കും. ഈ മോട്ടറിന്റെ ഷാഫ്റ്റ് 3.7 mm ആയിരുന്നു. അപ്പോൾ അതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചക്ക് കൂടി വേണം. ഇതുപോലത്തെ മോട്ടറിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചക്കുകൾ 179 രൂപയ്ക്ക് മുതൽ ഓൺലൈനിൽ നോക്കിയപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ മോട്ടറിന്റെ ഷാഫ്റ്റിലേക്ക് സ്ക്രൂ ചെയ്ത് ചക്കും ഫിറ്റ് ചെയ്യാം. നമ്മുടെ മിനി ഗ്രൈൻഡിംഗ് മെഷീൻ കാണുമ്പോൾ ഒന്ന് ലുക്കായിട്ടിരിക്കാൻ വേണ്ടി ഒന്ന് പെയിന്റ് അടിച്ചെടുത്തേക്കാം. ഈ മെഷീൻ നമുക്ക് 12 വോൾട്ടിന്റെ ബാറ്ററി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ 12 വോൾട്ടിന്റെ അഡാപ്റ്റർ ഉണ്ടെങ്കിലോ വർക്ക് ചെയ്യിപ്പിക്കാം. ഇതുപോലത്തെ മെഷീനിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആക്സറീസ് എല്ലാം നമുക്ക് സെറ്റായിട്ട് തന്നെ ഇപ്പോൾ വാങ്ങാൻ കിട്ടും. അപ്പം നമ്മുടെ മെഷീൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പവർ സപ്ലൈ കണക്ട് ചെയ്യാം. ആദ്യം നമ്മൾ തടി പീസയിലേക്ക് ഡ്രിൽ ചെയ്യാനാണ് പോകുന്നത്. ഇതുപോലത്തെ പവർ കൂടിയ മിനി ഗ്രൈൻഡിംഗ് മെഷീൻ്റെ വീഡിയോയും നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മെഷീനിൽ വെച്ചിരിക്കുന്ന മോട്ടർ മേക്കർ ബസാർ എന്ന് പറഞ്ഞ സൈറ്റിൽ നോക്കിയപ്പോൾ 99 രൂപയെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ആക്സറീസ് ഫുൾ സെറ്റ് ആയിട്ടുള്ളതിന് 274 രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോൾ കണ്ടത്. വീഡിയോ ഇഷ്ടമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.